ഞാൻ പണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മൂൺ ഗോഡസ് ആയിട്ട് കുറേ പേർക്കുള്ള സംശയമാണ് അവൾ എനിക്ക് പേയ്മെന്റ് തന്നിട്ടാണ് ചെയ്യണേന്നുള്ളത്. ഞാനത് അത് ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറയാം കേട്ടോ. ഞാൻ ഇപ്പോഴും മേടിക്കാറുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ഞാനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട്. എനിക്കും നല്ല ലേറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടാറുള്ളത്, അതിൽ ഒരു സംശയമില്ല. പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല കേട്ടോ. എടേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇദ്ദേഹം തന്നെ പറഞ്ഞു അവർ തമ്മിൽ സുഹൃത്തുക്കളാണെന്ന്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. മൂൺ ഗോഡസ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കമൻറ്റ് ബോക്സിലും മറ്റ് പല കമൻറ്റ് ബോക്സുകളിലും പൊതുവിൽ സോഷ്യൽ മീഡിയക്കകത്തും കണ്ടൊരു പേരാണ് അസ്വി മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലുള്ള ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ. അവർ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. നിരന്തരമായിട്ട് ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. വളരെ വലിയ രീതിയിൽ ആൾക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു കുറേ കാലം കൊണ്ട് സോഷ്യൽ മീഡിയക്കകത്തും യൂട്യൂബിലൊക്കെ നിലനിൽക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ഈ നമ്മുടെ അനിത എന്ന് പറയുന്ന അഥവാ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറുമായിട്ടുള്ള ബന്ധം നിരവധി അനവധി പ്രോഡക്ട്സ് ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ കുറേയധികം അലിഗേഷൻസ് പബ്ലിക്കിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ അലിഗേഷൻസിനപ്പുറം ഇതുവരെ ഈ പുള്ളിക്കാരത്തി ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് അവർ പ്രതികരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദഹിക്കുന്നതാണോ എങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒരു ചോദ്യം, നിങ്ങളെല്ലാവരും ഇദ്ദേഹം പറയുന്ന പ്രോഡക്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അത് കാണുന്നവരുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു നല്ലൊരു ഇൻഫ്ലുവൻസർ ആണോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും തരത്തിൽ പ്രോഡക്റ്റ് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അറിയാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വലിയ അറിവൊന്നുമില്ല. പിന്നെ കാരണം നമ്മുടെ ഇപ്പം ഈ ക്രീമുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, ഡെർമറ്റോളജിസ്റ്റുകളും മറ്റേ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെക്കാട്ടിലപ്പുറം ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത്. നല്ല കാര്യം, വളരെ നല്ല കാര്യം, നല്ലത് തൊട്ടെ, ആൾക്കാർക്കെല്ലാം നല്ലത് തൊട്ടെ. സോ പുള്ളിക്കാരത്തി പറയുന്നൊരു കാര്യം നിങ്ങളതാ പറഞ്ഞ് എനിക്കിത് കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. കേട്ടു നോക്കാം പുള്ളിക്കാരത്തി എന്താ പറയുന്നത്. വൺ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ മൂൺ ഗോഡസ് ഇഷ്യൂ? ഇത് എനിക്ക് തോന്നുന്നു കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മൂൺ ഗോഡസ് ആയിട്ട് കുറേ പേർക്കുള്ള സംശയമാണ് അവൾ എനിക്ക് പേയ്മെന്റ് തന്നിട്ടാണ് ചെയ്യണേന്നുള്ളത്. അത് ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറയാം കേട്ടോ. മൂൺ ഗോഡസ് എന്നല്ല, ഒരാളായിട്ടും ഒരു ബൊട്ടീക്സ് ആയിട്ട് ഇപ്പോഴും ചെയ്തിട്ടുള്ളതൊന്നും പേയ്മെന്റിലല്ല. എനിക്ക് മെയിനായിട്ട് നല്ല നല്ല കോണ്ടന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ വിശാലമായ മനസ്സാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ബൂട്ടിക്ക് ആണെങ്കിലും മറ്റുള്ള പല സംഭവങ്ങളാണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നതിന് 10,000-കണക്കിന് ഭയങ്കര പൈസ വാങ്ങും, ഒരു സംശയം വേണ്ട. അപ്പോൾ ആ സ്ഥാനത്ത് അവർ പറഞ്ഞൊരു കാര്യം ജെന്യൂൻ ആയിരിക്കാം. കാരണം അവർ പറയുന്ന കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറയണം ഇല്ല ഞങ്ങൾ പൈസ കൊടുത്തു. അപ്പോൾ അവർ പറയുന്നു ഇതുവരെ പൈസ വാങ്ങിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. ഈ പറയുന്ന അനിത എന്ന് പറയുന്ന ഇവരുടെ മൂൺ ഗോഡസിൽ നിന്നും പൈസ സ്വീകരിച്ചിട്ടല്ല, അഥവാ അവർ പൈസ കൊടുത്തിട്ടല്ല ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യവും പറയുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഇവരുടെ മൂൺ ഗോഡസിൻ്റെ ഈ ഒരു പ്രൊമോഷൻ നിങ്ങൾ ചെയ്തു. എൻ്റെ കമൻറ്റ് ബോക്സിൽ 1 വർഷവും 2 വർഷവും ആയിട്ട് പോലും ഇന്നും ഈ പ്രോഡക്റ്റുകൾ കിട്ടാത്ത ആൾക്കാരുണ്ട്. ഒറ്റ ചോദ്യം, ഡിഫറൻ്റ് ആയിട്ടുള്ള കോണ്ടന്റിന് വേണ്ടിയിട്ട് അവരോട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ആളാണ്, അത് പൈസ വാങ്ങിച്ചിട്ടല്ല ചെയ്തതെങ്കിൽ ഈ നിങ്ങളടക്കമുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്തിട്ട് ഇതുപോലെ വാങ്ങിയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ കിട്ടാത്തതും പറ്റിക്കപ്പെട്ടതായിട്ടുള്ള ലോ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടിയതായിട്ടുള്ള ആൾക്കാർ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? അഥവാ ഈ പറയുന്നൊരു പറ്റിപ്പിൽ അവരിരയായി. ഇപ്പം നിങ്ങൾ കുറേ അധികം പ്രോഡക്റ്റുകൾ ഞാൻ കണ്ടു, നിങ്ങൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ പറയുന്ന സ്കിൻ കെയർ എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഈ പ്രൊമോഷൻ നടത്തിയിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളടുത്ത് വന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതോ ഇതെൻ്റെ ജോലിയാണ്, ഞാൻ വെറുതെ ഇത് ചെയ്തെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ എനിക്കിതിൻ്റെ ഇതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കമ്പനിയോട് ചോദിക്കുക എന്ന് പറയുമോ? ഇപ്പോൾ ബാക്കി കേൾക്കാം. ഞാൻ ബൊട്ടീക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആ ഒരു രീതി ഉദ്ദേശിച്ചിട്ടാണ്. പ്ലസ് ഒരു വുമൻ ഓൺടർപ്രണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ എനിക്ക് മൂൺ ഗോഡസിൻ്റെ ആ ഒരു സപ്പോർട്ടിൻ്റെയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെയല്ല ഉണ്ടായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 4 വർഷം മുമ്പാണ് അവിടെ നിന്ന് എൻ്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ പ്രോഡക്ട്സ് മേടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്ന് 4 വർഷം മുമ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 മാസം അങ്ങനെ കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനത് റിവ്യൂ പോലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ അവൾക്ക് അന്ന് ഞാനാണെന്ന് അങ്ങനെ അറിയണ്ടായിരുന്നില്ല.
അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലിങ്ങനെ കുറേ ഹെയ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര വൈകിയാണ് കിട്ടണേ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. എനിക്കും 2 മാസമായിട്ടൊക്കെയാണ് കിട്ടിയത്, പക്ഷെ എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് അടിപൊളിയായിരുന്നു. അതിനുശേഷം പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് എനിക്കും അവൾക്കും മനസ്സിലായത് അത്ര പബ്ലിക്കലി അതത്ര നല്ല അല്ല എന്നുള്ളത്. അപ്പോൾ പ്രൊഫഷണൽ ഇത് വേറെ, പേഴ്സണൽ ഇത് വേറെ. എനിക്ക് അവളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഈ ഒരു പോയിന്റിൽ ഞാനൊരു റിവ്യൂ പറയണത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ. നിങ്ങൾ അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ. പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടായിരിക്കും. അല്ല, നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത പ്രോഡക്റ്റുകൾ മാത്രം വാങ്ങിച്ചിട്ട് ഇപ്പം നമ്മളൊരു സ്കാം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രൊമോഷൻ, ഇപ്പം റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് റമ്മി, മറ്റുള്ള പല അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ മറ്റൊന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പല സെലിബ്രിറ്റീസിൻ്റെയും പൈസ അടക്കം, ബാങ്ക് അടക്കം എല്ലാം ED വന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഫ്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ആജാതി പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തി ഫ്രണ്ട്ഷിപ്പ് പിന്നീടുണ്ടായി. ആദ്യം ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നു, പിന്നീട് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതെടുക്കും, നല്ല കാര്യം. അപ്പം നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാണ് ഇദ്ദേഹം. ആ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചുകൂടിയായിരുന്നു. ഈ കമൻറ്റ് ബോക്സുകളിൽ, എൻ്റെ ഈ കമൻറ്റ് ബോക്സ്, ഞാൻ അശ്വി എന്ന് പറയുന്ന നിങ്ങളോട്, അശ്വതി എന്നാണ് പേര് കേട്ടോ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുക. എൻ്റെ കമൻറ്റ് ബോക്സ് മാത്രം ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൈസ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ കമൻറ്റ് ബോക്സുകൾ നോക്കുക, അവിടെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന കമൻറ്റ് ബോക്സ് നോക്കുക. ആ കമൻറ്റ് ബോക്സ് അല്ലാത്ത ഈ എന്താ പറയുക, ആയിരക്കണക്കിന് രൂപ പോയിട്ടുള്ള, ഏതാണ്ട് 1-2 അധികം വർഷത്തിലധികം സാധനങ്ങൾ ഇതുവരെ കിട്ടാത്ത ആൾക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ ആയിരിക്കുമല്ലോ അങ്ങനെ പോയിട്ടുണ്ടാവുക. അപ്പം ആ പറഞ്ഞ പൈസ അങ്ങനെ പറ്റിച്ച പരിപാടികൾ കാണിച്ചതിന് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സുഹൃത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, ഇത് മോശമല്ലേ അനിത, ഇത് വളരെ മോശമല്ലേ, ഞാനും പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതല്ലേ, ആൾക്കാർ എന്നോടൊന്ന് ചോദിക്കുന്നു, ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തൂടെ, അവരുടെ പൈസ അങ്ങ് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞൂടെ. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വേറെ ഇത് വേറെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഇതിൻ്റെ റെസ്പോൺസിബിൾ ആണ്, നിങ്ങളും റെസ്പോൺസിബിൾ ആണ്. നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. അല്ലാതെ മറുപടി പറയാതെ ഉത്തരവില്ലാതെ പോകുമ്പോഴേക്കും ഈ പറയുന്ന ഹതഭാഗ്യരുടെ ആൾക്കാർ, ഇവർ കൺസ്യൂമർ കോർട്ട് ഒരുപാട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. അത് ഒന്നും ആകാതെ വർഷങ്ങളായിട്ട് പോകും, ചിലപ്പോൾ കുറേ വർഷങ്ങൾ എടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളടക്കമുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടും പ്രൊമോഷൻ ചെയ്യിപ്പിച്ച ആ സാധനം പബ്ലിക്കിലുള്ള സാധാരണക്കാർ പോയി വാങ്ങി. നിങ്ങൾക്ക് 2 മാസം കൊണ്ട് കിട്ടി, ഇവിടെ 2 വർഷം കൊണ്ട് കിട്ടാത്തത്, 6 മാസം കൊണ്ട് കിട്ടാത്ത, കല്യാണത്തിന് ഓർഡർ ചെയ്തിട്ട് അടുത്ത് കുഞ്ഞ് ജനിച്ചിട്ടും കിട്ടാത്തവരും, മാമോദിസയ്ക്കുള്ളത് ആ കുഞ്ഞ് 2 വയസ്സായിട്ട് കിട്ടാതെ അടക്കമുള്ള എന്തൊക്കെയോ പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി, നിങ്ങളുടെ പേര് അതിനകത്ത് നന്നായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അതിനകത്ത് ഞാൻ പറയുന്നതല്ല, അതിനകത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു പക്ക ഫേക്ക് എന്നുള്ള രീതിയിലൊക്കെ അടക്കം കമൻറ്റ് ബോക്സ് കിടപ്പുണ്ട്. സോ അതൊക്കെ ആൾക്കാരുടെ ചിലപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ വെറുതെ ഹെയ്റ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവാം, എനിക്കത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്തില്ല. പക്ഷേ ആസ് എൻ ഇൻഫ്ലുവൻസർ താങ്കൾക്ക് അതിനൊരു മേജർ റോളില്ലേ? താങ്കൾക്കും ഇതിനകത്ത് ഒരു ദിവസം നിങ്ങളത് പ്രൊമോഷൻ നടത്തിയിട്ടുള്ള ആൾ കോണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അവരെ പ്രോഡക്റ്റ് വെച്ച് പ്രൊമോട്ട് ചെയ്ത് അതിനകത്ത് നിങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളും കുറച്ച് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് അത് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. ആ പറഞ്ഞ പാവങ്ങളുടെ പൈസ പോയതിന് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴും മേടിക്കാറുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ഞാനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട്. എനിക്കും നല്ല ലേറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടാറുള്ളത്, അതിൽ ഒരു സംശയമില്ല. പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല കേട്ടോ. എടേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹം തന്നെ പറഞ്ഞു അവർ തമ്മിൽ സുഹൃത്തുക്കളാണെന്ന്. അപ്പോൾ ഓർഡർ ചെയ്യാറുണ്ട്. ഈ സൗഹൃദ ബന്ധം, ഇപ്പം എൻ്റെ സുഹൃത്താണ് ഉല്ലാസ് എന്ന് പറയുന്ന വ്യക്തി. ഉല്ലാസ് ഞാനും പണ്ട് വലിയ ബന്ധമൊന്നുമില്ല, പിന്നീട് നമ്മൾ നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഉല്ലാസിന് ഞാൻ എന്ത് ചെയ്യുന്ന നമ്മൾ തമ്മിൽ വളരെയധികം ക്ലോസ് ആണ്, എനിക്കറിയുന്ന ആളായിട്ട് മാറി വളരെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഉല്ലാസിൻ്റെ കടയിൽ നിന്ന് ഞാൻ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈൻ ഇത് ചെയ്തിട്ട് ഞാൻ കാത്തിരിക്കുമോ, അതോ അളിയ ഞാനൊരു സാധനം പർച്ചേസ് ഇത് സംഭവം ഉണ്ട് ഇന്ന് അയച്ചേക്കെന്ന് പറയുമോ, അതിന് ഇപ്പോഴും ലേറ്റ് ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വരുന്ന ഈ അശ്വി പറയുന്നതിനകത്ത് ബേസിക് കോമൺ സെൻസ് ഉള്ള മലയാളികളോടാണ് ഇത് പറയുന്നത് ചിന്തിക്കണം. ഓൺലൈനായിട്ട് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്, ഇപ്പോഴും അതെനിക്ക് ഇത് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അരിയാഹാരം കഴിക്കുന്നവർക്ക് തോന്നുന്നുണ്ടോ അവർ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കൂലെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഇതുവരെയും പ്രോഡക്ട്സ് കിട്ടാണ്ടിരുന്നിട്ടില്ല. ലേറ്റ് ആയിട്ടാണെങ്കിലും ചിലതും 7 ദിവസത്തെ ഡിസ്പാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാറില്ല. ഞാൻ അങ്ങനത്തെ കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത്. അങ്ങനത്തെ ഒക്കെ എനിക്കൊരു 14-18 ദിവസത്തിനൊക്കെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. എടാ, 14-18 ദിവസത്തിനുള്ളിൽ കിട്ടിയ ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ. 14-18 ദിവസത്തിനുള്ളിൽ പ്ലീസ്. അല്ല, വയസ്സല്ല, ദിവസമല്ലേ. ശരിക്കും ഡബിൾ ഇതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാത്തത് എഗെയിൻ ഒരു 6-7-8 മാസം അങ്ങനെയൊക്കെ എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല. എന്താണെങ്കിലും ഞാനും അവളും ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 1-2 വർഷമായിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയിട്ടാണ് ഞാനും പിന്നെ വീഡിയോ ചെയ്യുന്നില്ല, അവളും അങ്ങനെ
ഇതാവാറില്ല. ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് അതല്ലാണ്ട് ദർ ഇസ് നോ സോർട്ട് ഓഫ് പേയ്മെന്റ് ഇൻവോൾവ് അങ്ങനെയൊക്കെ. പിന്നെ അവള് പ്രോഡക്ട്സ് എന്താ ലേറ്റ് ആവുന്നത് അതിനെ കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആളല്ല. എനിക്ക് അങ്ങനത്തെ യാതൊരു അവളായിട്ടുള്ള പ്രൊഫഷണൽ ഡീലിങ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. ഓക്കെ, പ്രൊഫഷണൽ ഡീലിങ്സ് എല്ലാം പുള്ളിക്കാരോട് ചോദിക്കുക. ഞാൻ പ്രൊമോഷൻ നടത്തുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ അവരോട് ചോദിക്കുക എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എങ്ങനെയുണ്ട് പറയുന്നത്? ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ അവസാനത്തെ സംഭവം എന്ന് വെച്ചാൽ അവസാനം ഇവർ പ്രൊമോട്ട് ചെയ്തൊരു സാധനം വാങ്ങിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സാധാരണക്കാരെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ കമൻറ്റ് ബോക്സുകളിൽ ലിങ്ക് തരൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ അലമുറയിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും, നിങ്ങൾ സാധനം വാങ്ങും, ഇവർ പ്രൊമോട്ട് ചെയ്ത സാധനമായിരിക്കും. അവസാനം ഇവർ പറയും ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്, ഈ നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് പ്രോഡക്റ്റ് ഒരേ തരത്തിലുള്ള കോണ്ടന്റ് ആയിരിക്കും. അത് പല ബ്രാൻഡുകളിലുള്ള സാധനങ്ങൾ ഇവർ പ്രൊമോട്ട് ചെയ്തിട്ട് ഇതെല്ലാം നല്ലതെന്ന് പറയുമ്പോഴേക്കും തലയ്ക്കകത്താള് താമസം ഒരു വിവരമില്ലാത്ത ആൾക്കാർ ഇത് വീണ്ടും വാങ്ങി ഉപയോഗിക്കും. ഇത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം അവസാനം എന്തെങ്കിലും പണി കിട്ടുമ്പോൾ ഈ കുറേ അധികം ആൾക്കാർ എനിക്ക് ഇൻബോക്സിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിൻ്റെ അകത്തൊക്കെ കുറേ അധികം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് പരീക്ഷിച്ചിട്ട് ഇതുപോലുള്ള ആൾക്കാർ പറയുന്നത് വാങ്ങി ഉപയോഗിച്ചിട്ട് മുഖത്തുനിന്ന് പലതരത്തിലുള്ള പ്രശ്നം കൊണ്ടായി ആൾക്കാരുടെ മുഖവും ഇതൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പലരും പറഞ്ഞ് ഇത് വാങ്ങിച്ചതാണ്. അപ്പോഴ് മറ്റുള്ളവർ ചോദിക്കും നിങ്ങൾക്ക് എത്ര വിവരമുണ്ട് ഇവർ പറഞ്ഞ് വാങ്ങിക്കാൻ. ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര വിവരമുണ്ട്? നിങ്ങൾക്കൊരു സ്കിൻ കെയർ ഒരു സ്കിൻ ഡോക്ടറിനെ കണ്ടുകൂടെ? അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾക്ക് കണ്ടുകൂടെ? അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ടുകൂടെ? ഇതൊന്നും കാണാതെ നിങ്ങൾ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം അവസാനം പറയും ഇത് ഞങ്ങളോട് യാതൊരു ബന്ധമില്ല, ഞങ്ങൾ ജസ്റ്റ് പ്രൊമോട്ട് ചെയ്തോളൂ, അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ. പറയാനായിട്ട് നിങ്ങൾ എന്നെ അവരോട് തന്നെ ചോദിക്കൂ. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്, പക്ഷേ എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ പ്രോഡക്ട്സിൽ ഹാപ്പിയാണ്. അതായത് നല്ല ലേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് 7 ഡേയ്സിന്റെ സംഭവം, 2 മന്ത്സിന്റെ സംഭവം, ഓക്കെ, അതൊക്കെ 6 മാസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നല്ല ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എത്ര വർഷം കഴിഞ്ഞിട്ട് കിട്ടാത്ത ആൾക്കാരും ഇത്രയും പൈസ പോയ ആൾക്കാരൊക്കെ പറയുന്നു. എനിവേ, അങ്ങനത്തെ ഞാൻ കൂടുതലും ബുക്ക് ചെയ്യാം. ഇങ്ങനത്തെ ബ്ലൗസ് ഇല്ലേ തുന്നാവുന്ന, ഈ ഓണത്തിനൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ബ്ലൗസ് പീസസ് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ കടമായിട്ട് വാങ്ങുന്നതാണല്ലോ, പൈസ കൊടുത്തല്ലല്ലോ വാങ്ങുന്നല്ലേ? ആണോ? നിങ്ങളെല്ലാവരും ഈ മറ്റേ മൂൺ ഗോഡസ് എന്നൊക്കെ ഓർഡർ ചെയ്തെടുക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ പൈസ കൊടുക്കാതാണോ വാങ്ങിച്ചത്? അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നു തരാത്തത്. അങ്ങനത്തെ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ടോപ്സ് അങ്ങനെയൊക്കെ 1 ഡേ ഡിസ്പാച്ചിലുള്ളത് അതൊക്കെ ഞാൻ മേടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, മൂൺ ഗോഡ്സ് മാത്രമല്ല ഏതൊരു ഇതാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ നോക്കൂ. റിവ്യൂ നോക്കിയിട്ട് നമുക്ക് ആ ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കാണാമല്ലോ. ഇപ്പൊ മൂൺ ഗോഡ്സിലാണെങ്കിൽ തോന്നുന്നു ഗൂഗിൾ റിവ്യൂ നോക്കിയാൽ തന്നെ കാണാം വളരെ ലേറ്റ് ആണ് എന്നുള്ളതും ഇങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്കത് തീരുമാനിക്കാമല്ലോ, അത് ഓർഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. അത്രേ എനിക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. അതിലപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം എന്തായാലും എനിക്ക് അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ഞാനത് ഇല്ല നിങ്ങൾ മേടിക്കൂ, ഇത് കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഇത് തന്നെ പറയുമ്പോൾ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഞാൻ ചുമ്മാ പറയുന്നതാണോ. എനിക്ക് പ്രോഡക്ട്സ് കിട്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇവരൊക്കെ എന്ത് പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തിരുന്നാലും റിവ്യൂ പോയി നോക്കുക. ആ റിവ്യൂ കൊള്ളാമെങ്കിൽ മാത്രം അത് വാങ്ങുക. ഓക്കെ, മൂൺ ഗോഡസിന്റെ സംഭവം ഗൂഗിൾ റിവ്യൂവിൽ തന്നെ കാണാമല്ലോ, അതിനകത്ത് ഒരുപാട് ലേറ്റ് ആണെന്ന്. എന്നിട്ട് നിങ്ങളൊക്കെ എന്തിനു ചെന്ന് വാങ്ങുന്നു പുള്ളിക്കാരത്തി തന്നെ പറയാതെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള മണ്ടത്തികളെ ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് സോറി കേട്ടോ. കാരണം ഇത് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ ഗതികേടിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നത്. നിങ്ങളുടെയൊക്കെ പൈസ പോയിട്ടും നിങ്ങളുടെയൊക്കെ ഇഷ്ടം കൊണ്ടൊരു സാധനം പർച്ചേസ് ചെയ്യാന്നുള്ള താല്പര്യം കൊണ്ടൊക്കെ ചെയ്തിട്ടും അവസാനം ഇതെല്ലാം ഇവരൊക്കെ പറയുന്നത് ഈ ഒരു വാക്കുകളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഒരു എന്താ പറയുക, ഒരു സഹാനുഭൂതിയാണോ എന്തോ ഒരു തോന്നുന്നുണ്ട് കേട്ടോ. ഒരു വല്ലാത്തൊരവസ്ഥ തോന്നുന്നുണ്ട്. പാവങ്ങളാണ് നിങ്ങളെന്ന് തോന്നിപ്പോകുന്നുണ്ട്. നിങ്ങളൊക്കെ വെറും ഇതാണെന്ന്. വളരെ ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്നെ അറിയാവുന്നതുകൊണ്ട് സെൻഡ് ചെയ്ത് തരുന്നതാന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ടാവും. അപ്പം അതാണ് എനിക്ക് അത് തന്നെ പറയാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ 1 ഡേ ഡിസ്പാച്ച് അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് ആണ് ഏറ്റവും അധികം ഓർഡർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കി ചെയ്യൂ കേട്ടോ. ഇതിലപ്പുറം ഞാൻ എന്താ പറയുക. ഞാൻ എന്തായാലും ഓൺലൈനായിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ വേണ്ടെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ക്ലാരിറ്റി ആയി എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാണല്ലേ, ഞാൻ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോഴും കൂടി എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ഹീറ്റഡ് കോൺവെർസേഷൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടതെന്ന് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഒരു കോൺട്രവേഴ്സി ഒക്കെ വരുമ്പോൾ അങ്ങനെ. അപ്പം അത് അത്രയേ ഉള്ളൂടാ.
ഓക്കേടാ ഐസ്. അവരുടെ ആ ഒരു കമൻറ്റ് ബോക്സ് ഇത് 5 ദിവസം മുമ്പ് വന്ന വീഡിയോ കേട്ടോ. 1 year ആയി ഓർഡർ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവരുടെ കമൻറ്റ് ബോക്സിൽ തന്നെ കിടക്കുന്ന കമൻറ്റാണ്, വേറെ എവിടത്തുള്ള കമൻറ്റും അല്ല, ഇവരുടെ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റ്. സോ ഇല്ല, ചിലപ്പോൾ ഹെൽപ്ലെസ് ആയിരിക്കും ഇവിടെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ സുഹൃത്തായതുകൊണ്ട് ഓവറായിട്ടൊരു കുറ്റം പറയാൻ പറ്റത്തില്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും നല്ല സൗഹൃദത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തിരുന്നാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി അതും ആവാം, അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എനിക്കിത് കണ്ടിട്ട്, ഇതെല്ലാം കണ്ടിട്ടും ആ ഒരു സംഭവത്തിനെ ന്യായീകരിക്കുന്ന ഒരു രീതി കണ്ടിട്ടും ഒക്കെ മനസ്സിലായത്, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ തന്നെ ആയിരിക്കും തുടരും. ഹതഭാഗ്യരെ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗൈസ് ബൈ.